നമസ്കാരം, കൃഷിപാഠത്തിലേക്ക് സ്വാഗതം. ജൈവ കൃഷിയിൽ നമ്മൾ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കാറുണ്ടല്ലേ. ആമസോണിലൊക്കെ ഇഷ്ടംപോലെ നീം ബേസ്ഡ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ പലരും വാങ്ങിക്കാറുമുണ്ട്. നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വേപ്പില സത്ത് ഉണ്ടാക്കാൻ പറ്റും. ഈ വേപ്പില സത്ത് ഉണ്ടെങ്കിൽ തന്നെ ഏകദേശമുള്ള എല്ലാ കീടങ്ങളെയും, പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ വഴുതന, തക്കാളി പോലുള്ള പച്ചക്കറി വിളകളിലുള്ള നിമവിരകളെയും നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും ഈ വേപ്പില സത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ വേപ്പില സത്ത് നമ്മൾ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ, 1 കിലോ വേപ്പില നന്നായിട്ട് ക്രഷ് ചെയ്യണം. അതായത് നന്നായിട്ട് ചതയ്ക്കണം. ചതച്ചിട്ട് അത് ഒരു ദിവസം രാത്രി മുഴുവനും, അതായത് ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ 5 ലിറ്റർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മളതിനെ ഞെക്കി പിഴിഞ്ഞിട്ട് ആ സത്തെടുക്കണം. ആ സത്തിലേക്ക് ഒരു 5 ചെറിയ പാക്കറ്റ് ഷാമ്പുവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. പിന്നെ തെങ്ങിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ, തെങ്ങിൻ്റെ തടത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വേപ്പില ചേർത്ത് കൊടുക്കുന്നത്, അതായത് വേപ്പില അപ്പാടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് വേര് തീനിപ്പുഴുക്കൾ നശിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എത്ര കിലോ കൊടുക്കണമെന്ന് വെച്ചാൽ 5 കിലോ വേപ്പിലയാണ് ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ ചേർത്ത് കൊടുക്കേണ്ടത്. വെണ്ട, വഴുതന, തക്കാളി തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളിൽ നിമവിരകളുടെ ശല്യം വളരെയധികം കാണപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ ചെടികൾ മുരടിച്ച് നിൽക്കും, വളരില്ല, വളരാതെ ഒരുമാതിരി കുരുണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, സോപ്പ് ചേർക്കാത്ത അല്ലെങ്കിൽ ഷാമ്പു ചേർക്കാത്ത വേപ്പില സത്ത് ഒരു 50 ml ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിമവിരകളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇപ്പം വേപ്പില കിട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേപ്പില എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വേപ്പില സത്തുണ്ടാക്കി വയ്ക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശമുള്ള രോഗങ്ങളും കീടങ്ങളും ഒക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റും. കാരണം പല രോഗങ്ങളും കീടങ്ങളാണ് പടർത്തുന്നത്. അപ്പോൾ കീടങ്ങളെ നിയന്ത്രിച്ച് നിർത്തുമ്പം ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും അടുക്കള തോട്ടത്തിൽ ഈ ഒരു വേപ്പിൻ സത്ത് ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.